ഇതിനൊക്കെ ഇപ്പോൾ എവിടെയാ സമയം? ഇങ്ങനെ പറയാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാറാണ് പതിവ്. എന്നാൽ നമ്മൾ ശരിക്കും അല്പസമയം ഒന്ന് വിനിയോഗിച്ചാൽ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രചോദനം നൽകുന്ന കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന ചന്ദ്രലേഖയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂറലാണ്. മ്യൂറൽ പണ്ട് ചെയ്തിരുന്നത് ചുവരുകളിലായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ കക്കാർച്ചയാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ നോക്കാൻ സമയമില്ല, അവരെ ഞാൻ എന്തിനു നോക്കണം? അതുകൊണ്ട് നമ്മൾ വൃദ്ധസദനങ്ങൾ കൂടുന്നു, ഡിവോഴ്സ് കൂടുന്നു എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നതാണ്. ജീവിതത്തിൽ നിറങ്ങൾ കൂട്ടാക്കിയ ഒരു കലാകാരിയെയാണ് ചന്ദ്രലേഖയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അക്രലിക്കിലും മ്യൂറലിലും ജയശ്രീ വരച്ച ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ നേർ ജീവിതത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ ഈ രംഗത്തേക്ക് വന്നിട്ട് 2 വർഷമായി. ഞാൻ പഠിച്ചത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലാണ്. അവിടെ 100 ദിവസത്തെ ഒരു കോഴ്സാണ്. ഈ ഫീൽഡിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. ഹസ്ബൻഡ് ചെയ്യുന്നത് റിയലിസ്റ്റിക് വർക്കുകളാണ്. പിന്നെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂറൽ, അക്രിലിക്, വാട്ടർ കളർ, ഓയിൽ. ഞാൻ ചെറുതിലെ മുതലേ വരയ്ക്കുമെങ്കിലും പിന്നീട് വരയ്ക്കാൻ പറ്റുകയോ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റുകയോ ഒന്നും ചെയ്തില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് അതിനെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ തരികയും എന്നെ ഈ ഫീൽഡിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്ത് ഈ കോഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞ് എന്നെ കൊണ്ട് ചേർത്തതും എനിക്ക് എല്ലാ പിന്തുണയും തന്നതും ഹസ്ബൻഡാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂറലാണ്. മ്യൂറൽ പണ്ട് ചെയ്തിരുന്നത് ചുവരുകളിലായിരുന്നു ചെയ്തിരുന്നത്. അത് നാച്ചുറൽ കളറിലായിരുന്നു ചെയ്തിരുന്നത്. കല്ലിൽ നിന്നും ഇലകളിൽ നിന്നും എടുത്ത് ചാറ് ഉപയോഗിച്ചാണ് പണ്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിപ്പോൾ സൗകര്യാർത്ഥം അക്രിലിക്കിലേക്ക് മാറിയിരിക്കുന്നു. അത് ക്യാൻവാസിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. എനിക്ക് ആദ്യം മുതൽ തന്നെ മ്യൂറലിനോട് ൊക്കെ കണ്ടു ചെറുപ്പത്തിലുള്ള താല്പര്യമാണ് ഇപ്പോൾ ഇതിലേക്ക് വരാനും പ്രചോദനമായിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ഗണപതിയെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മഞ്ഞ കൊണ്ട് സ്കെച്ച് ചെയ്യും. ആ മഞ്ഞ കൊണ്ട് സ്കെച്ച് ചെയ്ത് ആ സ്കെച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം അതിനെ റെഡ് കൊണ്ട് ഫിനിഷ് ചെയ്യും. ആ സ്കെച്ച് ഫിനിഷ് ചെയ്തെടുക്കും. പിന്നീട് യെല്ലോ ഇട്ട്, അതായത് നമ്മൾ ചെയ്യുന്ന ഏത് ഫിഗറോ അതിന് ഏത് നിറമാണോ എന്ന് വെച്ചാൽ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം മഞ്ഞ ഇടും. ആ മഞ്ഞ ഇട്ടതിന് ശേഷം റെഡ് കൊണ്ട് വാഷ് ചെയ്യും. റെഡ് കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ആഭരണങ്ങൾക്കെല്ലാം നമ്മൾ കട്ടിക്ക് മഞ്ഞ വെച്ച് കൊടുക്കും. ആ ആഭരണങ്ങളും റെഡ് കൊണ്ട് ഷെയ്ഡ് ചെയ്യും.
ആ റെഡ് കൊണ്ട് ഷെയ്ഡ് ചെയ്തതിന് ശേഷം പിന്നെ റെഡ് ഇട്ട് ഡോട്ടിട്ട് ഷെയ്ഡ് ചെയ്യും. ആ ഡോട്ടിട്ട് ഷെയ്ഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് നമ്മൾ ആ ബ്ലാക്ക് ഉപയോഗിച്ച് ഫൈനലായിട്ട് അതിനെ ഔട്ട്ലൈൻ വരച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർക്ക്, ചെറിയൊരു വർക്ക് തീരാനായിട്ട് 2 ആഴ്ച എടുക്കും. താമസം എടുക്കുന്നുണ്ട്. പിന്നെ അക്രിലിക് ആയതുകൊണ്ട് എളുപ്പം നമുക്ക് ഉണങ്ങി കിട്ടുന്നുണ്ട്. എന്നാലും ഷെയ്ഡ് ഇട്ട് തീരുമ്പോൾ താമസം വരുന്നുണ്ട്. ഇത് ഞാനൊരു ക്ഷേത്രത്തിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. അവിടെ വിഷ്ണു ക്ഷേത്രമാണ്, അവിടെ ദശാവതാരമാണ് ചെയ്യുന്നത്. അതിൽ ശ്രീരാമനെയാണ് ഞാനിവിടെ ക്യാൻവാസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമന് പച്ച നിറമാണ് വരുന്നത്. പിന്നെ മ്യൂറൽ പൊതുവെ അലങ്കാരങ്ങൾക്കാണ് മ്യൂറലിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ വരുന്ന കിരീടം, ചെവിപ്പൂവ്, കുണ്ടലം, തോൾവള, കൈവള, മാലകൾ, ഉഡ്യാണം, പിന്നെ കച്ചവാല്, ഒറ്റനാക്ക്, കാൽവള, ഇത് അലങ്കാരങ്ങളിൽ പെടുന്നതാണ്. പിന്നെ ആഭരണങ്ങൾക്കെല്ലാം കൊടുക്കുന്നത് മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം നല്ല കട്ടിക്ക് വെച്ചതിന് ശേഷം അതിനെ റെഡ് കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഡോട്ട് ഇട്ടാണ് നമ്മൾ ഈ ചിത്രം ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഈ ചിത്രത്തിനെ നമ്മൾ കറുപ്പ് കൊണ്ട് വരച്ച് ഫിനിഷ് ചെയ്ത് എടുക്കുന്നു. ഞാൻ ആദ്യം വരച്ചത് ഗണപതിയുടെ ചിത്രമായിരുന്നു. അതിനുശേഷം പഠിച്ചിറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യമായിട്ട് ചെയ്ത വർക്ക്. അത് വലിയൊരു വർക്കായിരുന്നു. അത് ഞങ്ങൾ ഗ്രൂപ്പ് ഷോ നടത്തി. ആ ഗ്രൂപ്പ് ഷോയിൽ അത് പ്രദർശിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ വർക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി. ആ പോയതിന് ശേഷം എനിക്ക് ആ ഒരു വർക്ക് തന്നെ ധാരാളം ചെയ്യാൻ, ഒരുപാട് വർക്കിന് വേണ്ടി അതിനു വേണ്ടിയുള്ള ഓഫറുകൾ വരുന്നുണ്ട്. അതിന് ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമൻ മാസമാണ്. ആ മാസത്തിൽ ശ്രീരാമനോട് ഭക്തിയും വിശ്വാസവും വളരെ കടപ്പെട്ടിരിക്കുന്നു. നാടൻ ഭക്ഷണങ്ങളോട് നമുക്ക് പലപ്പോഴും താല്പര്യം പൊതുവെ കുറച്ച് കൂടുതലാണ്. ഇത്തരം ഭക്ഷണങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആവശ്യക്കാരിപ്പോൾ ഏറെയാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത് ഒരു നാടൻ ഷാപ്പ് വിഭവമാണ്. ഞാൻ കക്കാർച്ചിയാണ് ചെയ്യാൻ പോകുന്നത്. കക്കാർച്ചിക്ക് വേണ്ടുന്ന സാധനങ്ങൾ: വെളിച്ചെണ്ണ, പെരുംജീരകം, ചെറുതായിട്ട് അരിഞ്ഞ സബോള, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി. തോരൻ കക്കാർച്ചിക്ക് മസാലപ്പൊടി ഇടത്തില്ല, എന്നാലും ശകലം ഇട്ടാൽ ഒരു മണമൊക്കെ കിട്ടും. കാരണം ശകലം മസാലപ്പൊടി ഇടും. പിന്നെ കറിവേപ്പില, ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഇട്ട് വരട്ടി ആണ് ഇത് ശരിയാക്കുന്നത്. ആദ്യം എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം പെരുംജീരകമാണ് ഇടുന്നത്. ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഉണക്കമുളക് കുറച്ച്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി,
ചുമന്ന പരുവം വരുമ്പോൾ അതിനകത്ത് സബോള ഇടും. സബോള ഒന്ന് വാടി ചുമന്ന് വരുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഇടാം. അല്പം ഉപ്പിടുവാണ്. അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക്, അല്പം മസാലപ്പൊടി, ഈ വരണ്ട സബോളയിലെ ഗ്രേവിയിനകത്ത് തേങ്ങ ഇട്ട് ശരിക്ക് ഒരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്ക് കരച്ചിടാം. ഇത് നല്ല പാകമായി ഉപ്പിട്ട് വേവിച്ച കൊക്കയിറച്ചിയാണ്. വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് ഈ ഗ്രേവിയിനകത്ത് ഇടുക. കൊക്കയിറച്ചി തോരൻ വയ്ക്കുമ്പോൾ മസാലപ്പൊടി ആവശ്യമില്ല. എന്നാലും ടേസ്റ്റ് ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടി ശകലം ചേർക്കുകയാണ്. കൊക്കയിറച്ചി തോരൻ റെഡിയായി. സ്വല്പം വേപ്പില പുറത്തിടാം. ഇത് മുറിച്ചിടുകയാണെങ്കിൽ ഒരു ചെറിയ മണമൊക്കെ കിട്ടും കൈകൊണ്ട്. ലാസ്റ്റ് സ്വല്പം വെളിച്ചെണ്ണ. കൊക്കയിറച്ചി റെഡിയായി. എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുമ്പം പണത്തിൻ്റെ പുറകെ പോകണോ അതോ മൂല്യങ്ങളുടെ പുറകെ പോകണോ എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുഞ്ഞുനാളിലെ അമ്മമാർക്ക് സാധിക്കും. നമ്മളിൽ പലർക്കും പല സ്ഥലത്ത് പോയാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നൊന്നും പലപ്പോഴും അറിയാറില്ല. ശരിക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സൊക്കെ അല്പസ്വല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ചന്ദ്രലേഖയിലൂടെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഗ്മെൻ്റാണ്. ഹലോ എവ്രി വൺ. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ റിലേഷൻഷിപ്പിലെ തകർച്ചകൾ. നമ്മളുടെ പെരുമാറ്റം കൊണ്ട് മാത്രം ചില റിലേഷൻഷിപ്പ് തകർന്നു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബന്ധങ്ങളിൽ തകർച്ചകൾ ഉണ്ടാകുന്നതെന്നും ഈ തകർച്ചകളെ എങ്ങനെ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നും നമുക്ക് ഇമേജ് പരിവർത്തൻ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡിയോ പാർട്ട്ണറും മെൻറ്ററുമായ ഇന്ദുവിനോട് ചോദിച്ചറിയാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈഫിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയാം, എന്നാലും ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ റോൾ എന്താണ്? ദീപ, നമ്മൾ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ എപ്പോഴും ലോജിക്കലി നമുക്ക് പറയാം സ്ത്രീ പുരുഷ സമത്വം ഉണ്ട്, അത് ഇതെന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈക്വൽ എല്ലാ റൈറ്റുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും ഒരു കാര്യത്തിൽ സ്ത്രീ പുരുഷനേക്കാളും ഒരു പടി മുന്നിലാണ്. അതെന്താ? അതിൻ്റെ കാര്യം സ്ത്രീ ഒരു അമ്മയാണ്. അതൊരു കുഞ്ഞു കുട്ടി ആയിക്കോട്ടെ, ഒരു ചെറിയ പെൺകുട്ടി ആയാലും കൂടെ പഠിക്കുന്ന ഒരു കുട്ടി താഴെ വീണു നിൽക്കുക. കുഞ്ഞു പെൺകുട്ടികളെ നമ്മൾ LKG UKG കുട്ടികളെ പോയി നോക്കിയാൽ കാണാം. അപ്പം അവരെല്ലാവരും കൂടി ഓടിക്കളിക്കുന്നു, ഒരു കുട്ടി വീഴുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയാണ് ഓടിച്ചെന്ന് എടുത്തു പൊന്തിച്ച് തട്ടിക്കൊടുക്കുകയും ആ ഒരു മാതൃത്വം അത് ഓരോ സ്ത്രീകൾക്കും പ്രകൃതി നൽകിയതാണ്. പലപ്പോഴും അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. സ്ത്രീ എപ്പോൾ അത് മറക്കുന്നോ അവിടെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത്. കാരണം അതിൻ്റെ ബേസിക് വ്യത്യാസം എന്താണെന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അന്വേഷിച്ച് പോവുകയാണെങ്കിൽ പുരുഷന്മാർ അധികവും
90% പുരുഷന്മാർ ബ്രെയിൻ വെച്ചാണ് തിങ്ക് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീ വികാരപരമായും സ്ത്രീ പുരുഷൻ ഹാർട്ട് വെച്ചാണ്. നല്ലൊരു അമ്മയുടെ കെയർ. അതിപ്പം ഒരമ്മ ഫുൾ ടൈം കുട്ടിയെ തന്നെ നോക്കണം, ജോലിക്ക് പോരുതെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അമ്മയ്ക്ക് ജോലിക്ക് പോകാം, പക്ഷെ അതിൻ്റെ ഇടയിലായാലും കുഞ്ഞിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമയം അമ്മ കണ്ടേ തീരൂ. അത് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിനും കുട്ടിക്കൊരു സെക്യൂരിറ്റി ഫീൽ ചെയ്യാനും അത് വളരെ വളരെ പ്രധാനമാണ്. അതൊരു അമ്മയും അച്ഛനും അതിൽ പങ്കുണ്ട്. അമ്മയ്ക്ക് കുറച്ച് അധികം പങ്കുണ്ട്. കാരണം അമ്മയ്ക്ക് കുട്ടിയെ കൂടുതൽ അച്ഛന് മനസ്സിലാക്കാൻ പറ്റുന്നേക്കാളും ഒരു കുഞ്ഞിനെ കൂടുതൽ മനസ്സിലാക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കും. അത് പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്. അത് നമ്മളിപ്പോൾ എതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും കോൺട്രവേഴ്സി ആയാലൊന്നും അതിൽ കാര്യമില്ല. അപ്പം അങ്ങനെയാണത് ഉണ്ടായി വരുന്നത്. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുമ്പം പണത്തിൻ്റെ പുറകെ പോകണോ അതോ മൂല്യങ്ങളുടെ പുറകെ പോകണോ എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുഞ്ഞുനാളിലെ അമ്മമാർക്ക് സാധിക്കണം. എന്നൊരമ്മ അത് ചെയ്യുന്നു, അന്ന് ആ കുഞ്ഞ് വളരെ നല്ല ലോകത്തിന് തന്നെ മുതൽക്കൂട്ടായ ഒരു സിറ്റിസനായി മാറും. വളരെ നല്ലൊരു സിറ്റിസനായി മാറും. അപ്പോൾ നമ്മൾ വലിയ മഹാന്മാരുടെ ആത്മകഥ എടുത്ത് വായിച്ചു നോക്കൂ. അവരെല്ലാവരും പറയുന്നുണ്ട് അവരുടെ അമ്മയുടെ റോള്. ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പം ഒബാമ വരെ പറഞ്ഞത് എൻ്റെ അമ്മയാണ്, ഞാൻ എന്താണ് എൻ്റെ അമ്മയാണ് എന്നെ ആക്കിയത്. എന്തോ ഈ സോഷ്യൽ മീഡിയാസ് ആൻഡ് ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? കുട്ടികൾക്ക് ഇന്നിപ്പോൾ നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവർക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാം നല്ല ഫെസിലിറ്റീസും കൊടുക്കണമെന്ന് പാരൻസിന് വളരെ താല്പര്യമുള്ളതുകൊണ്ട് രക്ഷിതാക്കൾ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ റൂമിൽ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വരെ കുട്ടികൾക്ക് ലഭ്യമാണ്. കുട്ടി എന്ത് കാണുന്നു, കുട്ടി എന്ത് ചെയ്യുന്നു എന്ന് പാരൻസ് അറിയണില്ല. അവർക്ക് സമയവുമില്ല. ഈ പറഞ്ഞ പോലെ അവരവരുടെ ലോകത്താണ്, അവർക്ക് സമയമില്ല, ശ്രദ്ധയും കുറവ്. അപ്പോൾ ഒരു വിശ്വാസമാണ് എൻ്റെ കുട്ടി അങ്ങനെ മോശമായിട്ടൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഓരോ രക്ഷിതാക്കളും ഓരോ അച്ഛനും അമ്മയ്ക്കും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, കുട്ടികൾ എന്ന് പറയുന്നവർക്ക് ശരി തെറ്റ് മനസ്സിലാവേണ്ട പ്രായം അവർക്കായിട്ടില്ല. തീരെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും. ഇൻ്റർനെറ്റിൽ പലതും ലഭ്യമാണ്, പല ഇൻഫർമേഷനും ഉണ്ട്. അത് ചിലതൊക്കെ കുട്ടികളുടെ പ്രായത്തിന് അവർക്ക് കാണാൻ പാടില്ലാത്തത് അവരൊരു പക്ഷേ കണ്ടുപോവാം. അപ്പോൾ പാരൻസ് എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, ഒരിക്കലും കുട്ടികളുടെ റൂമിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളതോ വെക്കരുത്, തനിച്ച് വെക്കരുത്. അത് കോമൺ ആയിട്ടുള്ള ഒരു വീട്ടിൽ എല്ലാവരും ഇരിക്കാനുള്ള ഒരു ഏരിയയിൽ, ഒരു പക്ഷേ ടി വി റൂമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സിറ്റിംഗ് റൂമിലോ എവിടെയെങ്കിലും വെക്കാം. കോമൺ ഏരിയയിൽ മാത്രമേ ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് അച്ഛനും അമ്മയ്ക്ക് അറിയാൻ പറ്റണം കുട്ടി എന്താ നോക്കണം എന്നുള്ളത്. 2, ഇതൊക്കെ അല്ല, ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായാലും കുട്ടിക്ക് പല ഇൻഫർമേഷനും കിട്ടും ഫ്രണ്ട്സ് വഴി. അവരുടെ അടുത്തും ഉണ്ടാവും ഈ ഐപാഡും ഡിവൈസസും ഒക്കെ. അപ്പോൾ അതിലായാലും കാണാം. അപ്പം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളിപ്പം ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കിഡ്സ് ക്യാമ്പ്, കുട്ടികൾക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും എന്തൊക്കെയാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾ വരെക്കെതിരെ വരെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതൊക്കെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം ആ ഒരു അപ്രോച്ച്, അതിന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് തന്നെ അത് ചെയ്യണം. അത് അച്ഛനും അമ്മയും കുട്ടിയെ ഒരുമിച്ചിരുത്തി കുട്ടിക്ക് സെക്യൂരിറ്റി തോന്നുന്നൊരു അറ്റ്മോസ്ഫിയറിൽ ഇൻ്റർനെറ്റിൽ മക്കൾ എന്തൊക്കെ കാണാൻ സാധ്യതയുണ്ട്, അത് എന്തുകൊണ്ട് എന്ത് പാടില്ല എന്നുള്ള വളരെ വ്യക്തമായി കുഞ്ഞുങ്ങൾക്ക് സ്നേഹപുരസരം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. മൂന്നാമത് ചെയ്യേണ്ട കാര്യം, പാരൻസ് ഒരിക്കലും ഫ്രണ്ട് ആവരുത്. നമ്മുടെ നാട്ടിലൊരു ചിന്തയുണ്ട്, ഞാൻ എൻ്റെ കുട്ടിയായിട്ട് ഫ്രണ്ടിനെ പോലെ, അച്ഛനും മോളും ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ഒരിക്കലും കേട്ടു വരുന്നൊരു കാര്യമാണ് എപ്പോഴും. അതെനിക്കറിയില്ല, ചിലപ്പോൾ ചില സിനിമകൾ വഴിയും ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്ത, ചില സിനിമകളിലൊക്കെ നമ്മൾ കാണും അച്ഛനും മോനും വലിയ ഫ്രണ്ട്സാണ്. ഒരിക്കലും പറ്റില്ല. കാരണം ഫ്രണ്ടിനേക്കാളും എത്രയോ മേലെയാണ് ഒരു രക്ഷിതാവ്, അല്ലേ? മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ സംസ്കാരമാണ് നമ്മുടെ. അപ്പം അച്ഛനും അമ്മയും ദൈവത്തിന് തുല്യരാണ്. അവർ ആ ഒരു ലെവലിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മളൊരു ഫ്രണ്ട് റിലേഷൻ ആവരുത്, പക്ഷേ ഫ്രണ്ട്ലി ആയിരിക്കണം. കുട്ടിക്ക് എന്തും തുറന്നു പറയാനുള്ളൊരു കോൺഫിഡൻസ് പാരൻസും കുട്ടിയും തമ്മിൽ ഉണ്ടായിരിക്കണം. അത് തീർച്ചയായും പാരൻസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, പാരൻസ് എല്ലാ മാസവും കുട്ടികളുടെ സ്കൂളിൽ പോവുകയും അന്വേഷിക്കുകയും വേണം കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്,
ശ്രദ്ധക്കുറവുണ്ടോ, എന്തെങ്കിലും ടീച്ചേഴ്സ് പലതും സ്കൂളിൽ ഇത് വീട്ടിലുള്ള ബിഹേവിയർ ആവില്ല ഒരു പക്ഷേ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ ശ്രദ്ധിച്ചത് പറയുകയാണെങ്കിൽ പാരൻസിന് കൂടുതൽ അവെയർ ആയിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ടെക്നോളജിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് കിട്ടും, സ്വായത്താക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അതിൻ്റെ ദൂഷ്യവശങ്ങളിൽ നിന്ന് പരമാവധി നമുക്ക് ഒഴിഞ്ഞു നിൽക്കാനും പറ്റും. അതിനുള്ള എഫേർട്ട് ഓരോ മെച്യൂർ അഡൾട്ട് എന്നുള്ള രീതിയിൽ ഓരോ പാരൻസ് ആണ് ചെയ്യേണ്ടത്. എന്തോ അതുപോലെ ഇമേജ് പരിവർത്തനില്ല കിഡ്സ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സസ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക? കിഡ്സ് ട്രാൻസ്ഫോർമേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞ ഈ സമ്മറിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായി. അപ്പം നമ്മൾ ഏജ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. 7 to 13 year old കുട്ടികളെ നമ്മൾ എടുക്കുള്ളൂ. ഇത് തന്നെ വളരെ ലിമിറ്റഡ് നമ്പർ, ഒരു ബാച്ചിൽ മാക്സിമം 8 അല്ലെങ്കിൽ 9 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് ഓരോ കുട്ടികളുടെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കി അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ, മോട്ടിവേഷൻ കൊടുക്കുകയാണ് സമ്മർ ക്യാമ്പ് വഴി നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചില ബേസിക് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മൂല്യങ്ങൾ. കുട്ടികൾക്കൊരു മോറൽ ഒബ്ലിഗേഷൻ, എന്താണ് ശരി എന്താണ് തെറ്റ്, ഒരുപാട് ഇൻഫർമേഷൻ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവർക്കിപ്പോൾ വലിയ അമേരിക്കയുടെ വലിയ ബോംബ് ജെറ്റുകളുടെയൊക്കെ പേരൊക്കെ അറിയാം. വളരെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ വളരെ വിവരമാണ് അവർക്ക്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയ കാര്യം ചോദിച്ചു നോക്കും, അവർക്കറിയില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പോലും അറിയില്ല 13-12 വയസ്സുള്ള ചില കുട്ടികൾക്ക്. അങ്ങനെ അവർ വേറെ ഏതോ ലോകത്താണ്, ഫുൾ ഇൻ്റർനെറ്റും അത് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് കുറേയൊക്കെ ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇവിടെ നടക്കുന്നതൊക്കെ അതുകൊണ്ട് തെറ്റെന്ന് അർത്ഥമല്ല, എല്ലാം അറിയണം. അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും അറിഞ്ഞാൽ ഒരു കുട്ടിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങളെ കുട്ടികളെ കൂടുതൽ ബോധവാന്മാരാക്കുകയും നമ്മുടെ നാടിൻ്റെ മനോഹാരിതയും നമ്മുടെ നന്മകളെക്കുറിച്ചും കുട്ടികൾക്കൊരു അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മളിപ്പം പറയും ഒരുപാട് വേസ്റ്റ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. കുട്ടികൾ ഭക്ഷണമായാലും ഇപ്പം പുസ്തകങ്ങളായാലും ഒരുപാട് വേസ്റ്റാണ്. അപ്പം നമ്മൾ അവരെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ചും എന്തുകൊണ്ട് ഭൂമിയിലുള്ള റിസോഴ്സസ് നമ്മൾ കൂടുതൽ സൂക്ഷിച്ചുപയോഗിക്കണം, ജലവിഭവങ്ങളായാലും ഇപ്പം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മറ്റ് വിഭവങ്ങളായാലും എന്തുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചുപയോഗിക്കണം, എന്തുകൊണ്ട് ശ്രദ്ധിക്കണം, അത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ കുട്ടികളെ നമ്മൾ ഈ ക്ലാസ് റൂം സെഷൻ അല്ല, അവരൊക്കെ ആക്ടിവിറ്റീസിലൂടെ അവർ ചെയ്ത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, എന്തുകൊണ്ടാണ് നമ്മൾ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, വൈ ഡു ദേ ഡിസേർവ് ടു ബി റെസ്പെക്റ്റഡ്. മാത്രമല്ല, ഈ ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും കുറവായിട്ട് കാണുന്നൊരു കാര്യം, സമ്പത്തിനെ കുറിച്ച് തീരെ ഒരു വിവരമില്ല. എങ്ങനെയാണ് നമ്മൾ ധനം സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന് ഒരു വില ഇടുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ അവർ പറയും എനിക്ക് നൈക്കിയുടെ ഷൂ വേണം, വീട്ടിൽ ചെന്ന് പറയും. അപ്പം 3000-4000 രൂപയുടെ ഷൂ മേടിക്കാൻ അച്ഛനമ്മമാർ അവരുടെ മാസ ബഡ്ജറ്റിൽ നിന്ന് പൈസ കുറച്ച് എങ്ങനെയെങ്കിലും തുക മിക്കച്ചം പിടിച്ചാണ് കുട്ടിക്ക് മേടിച്ചു കൊടുക്കുക. 3000 രൂപ എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും എങ്ങനെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും ഒക്കെ പറഞ്ഞു തന്ന ഇന്ദുവിന് ഒത്തിരി നന്ദിയുണ്ട്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കാണാം.